السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. قد حل بي ما قد علمت من الأذى والظلم والضعف الشديد فأسعدي. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, കേരള മുസ്ലിം ജമാഅത്ത്, SYS എരോൾ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹുബ്ബുൽ റസൂൽ പ്രഭാഷണത്തിന്റെ ദിവസത്തിലാണല്ലോ നാം സന്നിഹിതരായിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിലായി നിരവധി ജേതാക്കളും നേതാക്കളും ഒരുപാട് ഉന്നതന്മാരായ ആളുകളും ജീവിച്ച് വളരുകയും പല ആളുകളും മൺമറഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ചരിത്രം ഇന്ന് ലോകത്തിന്റെ വളരെ മോശമായ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ പല ആളുകളും ഇന്ന് ചരിത്രത്തിന്റെ ഉന്നത ശ്രേണിയിൽ വിരാജിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ എല്ലാവരെക്കാളും ഉന്നത വ്യക്തിത്വമായി ലോകത്തിന്റെ നേതാവ് സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നും ഇന്നും പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ അവസ്ഥയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വിട പറഞ്ഞിട്ട് ഒരുപാട് വർഷമായെങ്കിലും ഇന്നും മുത്തുനബിയുടെ ചരിത്രവും മുത്തുനബിയുടെ ജീവിത രീതിയും ഇന്ന് ലോകം അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ആളുകളും, വലിയ വലിയ ബുദ്ധിജീവികളും വലിയ വലിയ ദൈക്ഷണികന്മാരുമൊക്കെ മുത്തുനബിയെ കുറിച്ച് പറയുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന സുന്ദര കാഴ്ചകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണമായിട്ട് മുത്തുനബിയുടെ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് ലൈഫ് ഓഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പല ആളുകളും സത്യത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു നയനാനന്ദകരമായ കാഴ്ചയാണ് നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാത്ത ഒരു ദിവസവുമില്ല, ഒരു നിമിഷവുമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നും സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയെത്ര നേതാക്കന്മാർ നമുക്ക് മുമ്പിലുണ്ട്. ആ നേതാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നത് പോലെയും പരിചയപ്പെടുന്നത് പോലെയും
ഇതുവരെയായിട്ടും പരിചയപ്പെട്ടിട്ടുള്ള ചെറിയ മക്കൾക്ക് പോലും, അബാലവൃദ്ധം ജനങ്ങൾക്ക്, ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും അറിയാത്ത ഒരു നേതാവല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കെന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് റബ്ബ് തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ പരിപാലിക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അണ്ഡകടാഹങ്ങളെ എല്ലാം പരിപാലിക്കുകയും പോറ്റുകയും ചെയ്യുന്ന റബ്ബുൽ ഇസ്സത്ത് തന്നെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് മതി. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറാ. ഓ നബിയേ, നിശ്ചയം നിങ്ങളെ നാം അയച്ചത്, നിശ്ചയം നിങ്ങളെ നാം നിയോഗിച്ചത് ഷാഹിദൻ വമുബശ്ശിറാ, ജനങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നവരായിട്ടാണ് നബിയേ. വമുബശ്ശിറാ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് നബിയേ. വനദീറാ, കത്തിക്കാളുന്ന നരകാഗ്നിയെ കൊണ്ട് പേടിപ്പിച്ചറിയിച്ചുകൊണ്ട് ജനങ്ങളെ നരകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് മുത്തുനബിയേ നിങ്ങളെ നാം ലോകത്തിലേക്ക് അയച്ചത്. വദാഇയൻ ഇലല്ലാഹ്, റബ്ബിന്റെ സുന്ദരമായ പാന്താവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് നബിയെ അങ്ങനെ സൃഷ്ടി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ കാലങ്ങളിലേക്കും കാലാധിപത്യയായ നേതാവായി നബിയേ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. നബിയേ വദാഇയൻ ഇലല്ലാഹ് വസിറാബി ഇദ്നിഹി, റബ്ബിന്റെ സമ്മതപ്രകാരമാണ് നബിയെ തങ്ങളെ അയച്ചിട്ടുള്ളത്. റബ്ബിന്റെ സമ്മതപ്രകാരം എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ തങ്ങളെ അയച്ചിട്ടുള്ളത്. വസിറാജം മുനീറാ, കത്തിജ്വലിക്കുന്ന പ്രോജ്വല പ്രഭയായി കൊണ്ടാണ് നബിയെ നിങ്ങളെ നാം അയച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം പോലെ തന്നെ മുത്തുനബി അതാ ലോകത്തിന് എല്ലാ ഭാഗത്തും ഒരു ലൈറ്റ് ഹൗസ് പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുടെ സന്ദേശം എത്താത്ത ഒരു സ്ഥലവുമില്ല, നബിയുടെ വാക്കുകൾ എത്താത്ത ഒരു കൊട്ടാരങ്ങളുമില്ല, വലിയ വലിയ സിംഹാസനങ്ങളില്ല. മുത്തുനബിയെ സംബന്ധിച്ചു എല്ലാ സ്ഥലത്തും പറയുന്നു. മുത്തിന്റെ മൊഴിമുത്തുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്നു. അനേതാവ് നമുക്കെല്ലാം മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ആ നേതാവിനെയാണ് നാം അംഗീകരിക്കേണ്ടത്, ആ നേതാവിനെയാണ് നാം പിൻപറ്റേണ്ടത്. ആ നേതാവിന്റെ അനുയായികളാകാൻ ഭാഗ്യം കിട്ടിയതിൽ നാം വല്ലാത്ത സന്തോഷിക്കണേ. ആരാണ് മുത്തുനബിയെ സ്നേഹിക്കാത്തത്? ഒരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ സൗന്ദര്യത്തിൽ സ്നേഹിക്കുന്നവരുണ്ട്, ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ സ്നേഹിക്കുന്നവരുണ്ട്, ഒരു മനുഷ്യന്റെ സംസാരത്തിൽ സ്നേഹിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ആവശ്യത്തിന് വേണ്ടി പല ആളുകളും പലരെയും സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമുക്കെല്ലാം കൊണ്ടും സ്നേഹിക്കാൻ പറ്റിയ ഒരു നേതാവ് സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദിനുൽ മുസ്തഫ. ആ നേതാവിനെയാണ് നാം സ്നേഹിക്കേണ്ടത്, ആ നേതാവിനെയാണ് നാം ആദരിക്കേണ്ടത്. ആ നേതാവിനെ ആദരിക്കാത്തവന് ഈമാനില്ല, ആ നേതാവിന്റെ നാടിനെ സ്നേഹിക്കാത്തവന് ഈമാനില്ല, ആ നേതാവിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്തവന് ഈമാനില്ല. ലോകത്തെല്ലാവർക്കും സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത നേതാവാ സയ്യിദുനാ മുഹമ്മദിനുൽ മുസ്തഫ. നിങ്ങൾക്കറിയില്ലേ, മുത്തുനബി ലോകത്തേക്ക് വരുന്ന സന്ദർഭത്തില് ഇവിടെയുള്ള അവസ്ഥ എന്തായിരുന്നു? സാംസ്കാരികമായി വളരെ ശോഷിച്ചു പോയ സമൂഹം, ആർക്കും ഒന്നിനും ഒന്നും തിരിയാത്ത അവസ്ഥ, കള്ളിനും കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുത്തിനും എല്ലാം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിൽ മുത്തുനബി അവിടെ നിന്ന് പോയിട്ട് പറയുന്നു, കള്ളെന്ന് പറയുന്നത് വിഷമാണിടോ, കള്ളെന്ന് പറയുന്നത് മഹാ പാപമാണിടോ, പാതകമാണിടോ, കള്ളുകൊണ്ട് എന്ന് പറയുന്നത് വല്ലാത്ത ഉപദ്രവം ഉണ്ടാക്കുന്ന വസ്തുവാണിടോ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് കള്ള് എന്ന് പറഞ്ഞിട്ട് മുത്തുനബി ഒരു ഉത്ബോധനം നടത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളും, കള്ള് വിൽപ്പനക്കാരും, കള്ളിന്റെ ആസ്തി കൊണ്ട് അമ്മാനമാടിയിരുന്ന ആളുകളൊക്കെ കള്ളിന്റെ കോപ്പകളും കള്ളിന്റെ വലിയ വലിയ കൂജകളും വലിച്ചെറിഞ്ഞിട്ട് സത്യത്തിന്റെ പാന്താവിലേക്ക് കടന്നു വന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും നാം ലഹരിക്ക് അടിമപ്പെട്ടുകൂടാ, ഒരിക്കലും കള്ളിന്റെയും കഞ്ചാവിന്റെയും ആളുകളായി മാറിപ്പോവാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിരുത്സാഹപ്പെടുത്തിയ, ഒരുപാട് സ്ഥലങ്ങളിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഈ മാരകമായ വിഷമുണ്ടല്ലോ, എല്ലാ തെറ്റുകളുടെയും തിന്മകളുടെയും താക്കോലുണ്ടല്ലോ, അതിൻ്റെ അഡിക്റ്റുകളായി ഒരിക്കലും നാം മാറിപ്പോവാൻ പാടില്ല. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും പെണ്ണിൻ്റെയും ഒരു ഭാഗത്തേക്കും നമ്മൾ പോവാൻ പാടില്ല. മുത്തുനബിയുടെ ആ ഉത്ബോധനമുണ്ടല്ലോ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് തയ്യാറാവാൻ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. അതിനാവട്ടെ നമ്മുടെ ഈ റബീഉൽ അവ്വൽ ഇന്ന് നിലകൊള്ളുന്നത്, ഈ റബീഉൽ അവ്വലിന്റെ പൊൻപുലരി നാം കാത്തിരിക്കുന്ന റബീഉൽ അവ്വലിന്റെ മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നാം ഒരു പ്രതിജ്ഞ എടുക്കുക. ചെറുപ്പക്കാരാ, പത്രങ്ങൾ ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത മുസ്ലിം സമുദായത്തിന്റെ പേരുകളാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ളിന്റെയും കഞ്ചാവിന്റെയും കേസുകളിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമേ, മദീനയുടെ മലർവാടിയിൽ അന്തിയുറങ്ങുന്ന മുത്തുനബി ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല കേട്ടോ. മുത്തുനബിക്ക് ഒരിക്കലും ഇത് ഇഷ്ടമില്ല, മുത്തുനബി ഒരിക്കലും ഇത് പൊരുത്തപ്പെടൂല. ആ നേതാവിനെയാണ് മാതൃകയാക്കേണ്ടത്. ആ നേതാവ് നിരോധിച്ചതൊന്നും നാം ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുവന്നുകൂടാ. ആ നേതാവ് പറയാത്ത ഒരു കാര്യവും നാം ചെയ്തുകൂടാ. ആ നേതാവ് പറഞ്ഞതേ നാം അനുസരിക്കാൻ പാടുള്ളൂ. ആ നേതാവ് എന്താണോ നമ്മോട് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്, ആ നേതാവിനെ നാം മാതൃകയാക്കിക്കൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുക. സ്ത്രീ സമൂഹത്തിന് പോലും അവിടുന്ന് വലിയ മാതൃക കാണിച്ച നേതാവല്ലേ നമ്മുടെ നേതാവ്. സ്ത്രീകൾക്ക് സ്ഥാനം വാങ്ങിക്കൊടുത്ത നേതാവല്ലേ. അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലൽ ജന്ന. മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഏതൊരു സ്ത്രീയും അവളുടെ ഭർത്താവ് തൃപ്തിപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടാൽ ദഖലൽ ജന്ന,
അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അവിടുന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് സ്ത്രീ എന്ന് പറയുന്നത് ഉപഭോഗ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അറേബ്യൻ സമൂഹത്തിലുണ്ടായിരുന്നത്. വെറും അവരുടെ കാര്യലാഭത്തിന് വേണ്ടി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ നിന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ, ഞാൻ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് ആരോടാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് മുത്തുനബി പറഞ്ഞ വാക്കെന്താണ്? ഉമ്മുക. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്, ബാധ്യസ്ഥനായിട്ടുള്ളത്? അപ്പോഴും പറയുന്നത് ഉമ്മുക. മൂന്നാമതായും ചോദിക്കുമ്പോഴും പറയുന്നത് ഉമ്മുക. നാലാമത്തെ പ്രാവശ്യമാണ് ഉപ്പാനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്തിന് വേണ്ടി പോരാടിയ മുത്തളി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾക്കറിയില്ലേ, ഹബീബായ നബിയെ ഫെമിനിസ്റ്റ് വാദികൾ എന്ത് തരം താഴ്ത്തുന്നുണ്ടെങ്കിലും പക്ഷേ അവരൊരു കാര്യം മറന്നു പോവരുത്. കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയിൽ നിന്നാണ് സ്ത്രീ സമൂഹത്തെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾക്കറിയില്ലേ, ഹാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വ്യഭിചാരം ചെയ്യുകയാണ്. വ്യഭിചാരം ചെയ്തിട്ടതിൽ നിന്ന് ഗർഭം ധരിക്കുകയാണ്. ഇസ്ലാമിന്റെ കോടതിയിലേക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജഡ്ജിമെന്റിനായിട്ട് ആ സ്ത്രീ വന്നുകൊണ്ട് പറയുന്നു, എന്നെ ഒന്ന് ശിക്ഷിക്കണം നബിയേ എന്ന് പറയുമ്പോ ആ ഗർഭിണിയായ പെണ്ണ് വന്നിട്ട് പറയുന്നു, എന്റെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്നതാ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ മുത്തുനബി അവിടുന്ന് പറയുന്നു, മോളെ, നിന്റെ കുട്ടിയെ ഒന്ന് പ്രസവിച്ചതിന് ശേഷം നീ വരൂ. അങ്ങനെ പ്രസവിച്ചു വന്നിട്ട് അവിടുന്ന് പെണ്ണ് പറയുന്നു, എന്നെ ഒന്ന് ഹദ്ദ് ചെയ്യണം, എന്നെ ഒന്ന് ശിക്ഷിക്കണം, എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുന്ന വാക്കെന്താണ്? മോളെ, നിന്റെ കുഞ്ഞിന്റെ മുലകുടി ഒന്ന് മാറിയിട്ട് വരൂ. നബിതങ്ങൾ എന്ത് സുന്ദരമായ വാക്കാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു, ഒന്ന് ഗർഭം പ്രസവിച്ചിട്ട് വരൂ. രണ്ടാമതായി പറയുന്നു, കുട്ടിയുടെ മുലകുടി ഒന്ന് മാറിയിട്ട് വരൂ. മൂന്നാമതായി മുലകുടി മാറിയ ഉടനെ തന്നെ ആ സ്ത്രീ വന്നുകൊണ്ട് നബിയുടെ ഹദറത്തിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീയോട് പറയുന്നു, ഓ സ്ത്രീ, നീ നിന്റെ കുഞ്ഞി സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആ പരുവത്തിലേക്ക് എത്തിയിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു ഒരു സ്ത്രീയുടെ കുഞ്ഞിന് പോലും സംരക്ഷണം നൽകിയ നേതാവല്ലേ നമ്മുടെ നേതാവ്. ആ നേതാവ് ഒരിക്കലും തെറ്റ് ചെയ്യുന്ന ആളല്ല. ആ നേതാവ് വെറുതെ അനീതി ചെയ്യുന്ന ആളല്ല. ആ നേതാവ് എന്തൊരു നേതാവാണെന്നറിയോ? ഒരക്രമി ഒരു ദിവസം ഒരു മരത്തിന്റെ അടിയിൽ മുത്തുനബി കടന്നുറങ്ങുന്ന സമയത്ത് വാള് തൂക്കിയിട്ടാണ് മുത്തുനബി അവിടെ നിന്ന് കടന്നുറങ്ങുന്ന സമയത്തതാ ഒരു ശത്രു വന്നുകൊണ്ട്, ഈ നേതാവിനെയാണല്ലോ എല്ലാവരും പേടിക്കുന്നത്, ഈ നേതാവിനെ ഒന്ന് കൊന്നുകളയാം എന്ന് ചിന്തിച്ചുകൊണ്ട് വാളെടുത്തുകൊണ്ട് നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അവിടുന്നതാ മലായിക്കത്തുകളെ കൊണ്ട് റബ്ബ് സംരക്ഷണം നൽകുകയാണ്. അങ്ങനെ കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട്. 3-ാമത്തെ പ്രാവശ്യം വാള് വീണ് റസൂലുള്ളാഹി നെട്ടി ഉണർന്നിട്ട് ആ വാളെടുത്തുകൊണ്ട് ഈ ശത്രുവിന്റെ കഴുത്തിൽ വെച്ചിട്ട് മുത്തുനബി അവിടുന്ന് ചോദിക്കുന്നു, നിന്നെ ആര് രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നു, മുഹമ്മദേ, നീ കനിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെ അവിടുന്ന് മുത്തുനബി അവിടുന്ന് കൃപയുടെ ഘടാരമായ മുത്തളി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി വിടുകയാണ്. കാരുണ്യത്തിന്റെ പ്രതീകമല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിയെ വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ലോക മുസ്ലിമിന്റെ ബാധ്യതയാണ്, എല്ലാ ജനങ്ങളുടെയും ബാധ്യതയാണ്. ആ നബി തങ്ങൾ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ യരോൽ സുന്നി സെന്ററിന്റെ കീഴിൽ ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കോടിക്കണക്കിന് സ്വലാത്തുകൾ ഈ മാസത്തിന്റെ അവസാനം സമർപ്പിക്കുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് കഴിയുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുക. 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് നിങ്ങൾ ഫാമിലികളായിട്ട് സമർപ്പിക്കാൻ തയ്യാറാവുക. ഒരുപാട് കാരുണ്യ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന യരോൽ സുന്നി സെന്റർ എന്ന് പറയുന്ന ഈ നല്ലൊരു സംഘടനയും ഇതിന്റെ സാരഥികളും അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഭാഗവാക്കായിട്ടുണ്ട്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ പിന്നണിയിലായി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇനിയും അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി ഈ മഹത്തായ സംഘടന ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ പ്രൗഢിയോടുകൂടി മുന്നോട്ട് പോവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും ആഫിയത്തും സലാമത്തും നൽകുമാറാവട്ടെ. മുത്തുനബി തങ്ങളുടെ ജിവാറിൽ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെല്ലാവരെയും മുത്തുനബിയെ സ്നേഹിക്കുന്ന, മുത്തുനബിയോട് വല്ലാതെ ആദരവുണ്ടാകുന്ന മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും നീ പെടുത്തണേ റബ്ബേ. മുത്തുനബി തങ്ങൾ കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നബി തങ്ങളുടെ ശഫാത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.